പോട്ടെ പോടേ പോ വൃത്തിയേട്ടവൻ. അച്ഛാ പോയിട്ട് വരാം. എന്താ മധുവേട്ട, എന്താ മധുവേട്ട, എന്താ ഒരു വല്ലായിക? ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചധികം പണിയുണ്ടായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. അവനവന് കഴിയുന്ന പണിയെടുത്താ പോരെ. വയസ്സായി, ഇനി കയ്യും കാലൊന്നും ഉദ്ദേശിക്കുന്നിടത്ത് നിന്നൊന്നും വരില്ല. അച്ഛന്റെ ക്ഷേമം നോക്കുന്ന ഒരു മോൻ. സാധാരണ ആൺമക്കള് വലുതായാലേ അച്ഛന്മാര് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് വിശ്രമിക്കും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു ഉപദേശി വന്നിരിക്കുന്നു, എണീറ്റ് പോടാ. അടിതെറ്റിയാലേ കയ്യും കാലും തളർന്ന് വീട്ടിൽ കിടക്കേണ്ടി വരും. അതുകൂടി കാണണ്ടല്ലെന്ന് വെച്ച് പറഞ്ഞതാണേ. അയ്യോ, ദേഹത്താകെ പൊടി മണ്ണൊക്കെയാണല്ലോ. എന്ത് ജോലിയാ ചെയ്തത്? ഞാനൊരു കോൺട്രാക്ടറുടെ ഗോഡൌണിലെ സെക്യൂരിറ്റി ആണല്ലോ. അയാളുടെ പണി സൈറ്റിലേക്ക് ഗോഡൌണിൽ നിന്ന് സിമന്റ് കൊണ്ടുവന്നു. രാത്രി ആയതുകൊണ്ട് ഞാൻ ആ കൂടെ പോയത്. അവിടെ ചെന്നപ്പോ വീടിന്റെ ഉടമയും ലോഡിങ്ങുകാരുമായിട്ട് കൂലിയെ ചൊല്ലി തർക്കമായി. അവസാനം വീടിന്റെ ഉടമ പറഞ്ഞിട്ട് എന്നോടാ സിമന്റ് ഇറക്കാൻ പറഞ്ഞത്. ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കിയിട്ടും അയാൾ എന്നെ കൊണ്ട് സിമന്റ് ഇറക്കിച്ചു. എന്റെ അച്ഛന്റെ പ്രായം പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി ഞാനോ. ഒരു ചാക്ക സിമന്റ് എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. ആ വീടിന്റെ ഉടമ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. സിമന്റ് ചാക്ക മുഴുവൻ വയസ്സായ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കിച്ചോ? ഇതാര് ചെയ്താലും പാപമായിപ്പോയി. അയാൾ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ ചങ്ക് പെടയ. എന്ന് തൊട്ട് വലിക്കാൻ തുടങ്ങിയ ഭാരോ മാധവേട്ട. സെക്യൂരിറ്റി പണിക്ക് പോയാ അച്ഛന് സെക്യൂരിറ്റി പണി മാത്രം ചെയ്താ പോരെ? ലോഡിങ്ങുകാരുടെ പണി ലോഡിങ്ങുകാര് ചെയ്യണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമായിരുന്നു.
അച്ഛൻ അത് ചെയ്തുകൂടായിരുന്നോ? അതൊന്നും പറ്റില്ല മോളെ. അങ്ങനെ പറഞ്ഞാ സെക്യൂരിറ്റി പണിന്ന് വരെ അവരെന്നെ പിരിച്ചുവിടും. അതുകൊണ്ടാണ് അച്ഛൻ തർക്കിക്കാനൊന്നും പോകാത്തത്. ഈ വരുമാനം കൂടെ നിലച്ച ആകെ പെട്ടുപോകും. ഈശ്വര, എനിക്ക് വേണ്ടി സിമന്റ് ഇറക്കിയ സെക്യൂരിറ്റി എൻ്റെ അച്ഛനായിരുന്നോ? എൻ്റെ അച്ഛൻ അടിക്കാനായിരുന്നോ ഞാൻ കയ്യോങ്ങിയത്? എൻ്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ വീട് പണിക്ക് തടസ്സമാവും. പ്രകാശനെന്നും സ്വന്തം ലക്ഷ്യമാണ് വലുത്. സാരമില്ല മാധവേട്ട. ദീമോളെ, ദീമോളെ, എണീക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, അങ്കിളിന്റെ നെഞ്ചത്താണോ കിടക്കുന്നത്? എണീക്ക്. വേണ്ട, ആള് നല്ല ഉറക്കത്തില്ല, ഉണർത്തണ്ട. ഇന്നലെ പനി കാരണം നല്ല ഉറക്കം കിട്ടിയില്ല. പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചായ. അങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. നോക്ക് ചൂടെങ്ങാനും കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ ജഗനെങ്ങോട്ടാ? ജീവിക്കണമെങ്കിൽ പണം വേണം. ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. എന്ത് ജോലി ജഗൻ നോക്കുന്നത്? അങ്ങനെ ഇന്ന ജോലി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ലല്ലോ. കിട്ടുന്ന ജോലി എന്തായാലും അത് ചെയ്യും. ഇനി ആ കാര്യത്തിൽ കുലമഹിമയും സ്റ്റാറ്റസും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജഗ, ഇപ്പോ ഒന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? എന്ത്? എന്റെ കഴുത്തിൽ ഞാൻ പോലും അറിയാതെ താലി കെട്ടി ഒപ്പം കൂടെ കൂട്ടണ്ടായിരുന്നു എന്ന്. ഏയ്, ഇതൊക്കെ കുറച്ചുകൂടെ മുന്നേ ആകായിരുന്നു എന്ന് തോന്നി.
85 മോഡൽ വണ്ടിയില്ല സാർ. സ്പെയർ പാർട്സ് പലതും കിട്ടാനില്ല. പഴകി തുരുമ്പിച്ചതൊക്കെ ഉപയോഗിച്ച വണ്ടി വഴിയിലായി പോവും. പഴി വർക്ക്ഷോപ്പുകാർക്കും. ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കി തരാം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം സാർ. സാർ, ആരാ? ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടോന്ന് അറിയാൻ. ആർക്കാ? എനിക്കാണ് സാർ. അങ്ങനെ പണിയെടുത്തുടഞ്ഞ ശരീരമൊന്നും അല്ലല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ക്വാളിഫിക്കേഷൻ? SLC പാസ്സായിട്ടുണ്ട്. എന്ത് തൊഴിലാണ് അറിയാവുന്നത്? രാഷ്ട്രീയം. രാഷ്ട്രീയോ? അതറിയാവുന്നവൻ ആ തൊഴിലിന് പോയാൽ മതി. ഇവിടെ ജോലിയൊന്നുമില്ല. അല്ല സർ, രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷനോടല്ല ഞാൻ വന്നതെന്ന് പറയായിരുന്നു സർ. അത് ശരി. രാജേഷേ, രാജേഷേ. ആ, നിന്നോട് ആരാടാ ഇരിക്കാൻ പറഞ്ഞത്? എന്താ സാർ? തനിക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ടോ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ് സാർ, ബിടെക്. കേട്ടല്ലോ, ഇവനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായി. ഇതുവരെ ഒരു നട്ട് പോലും മുറുക്കാൻ ഇവന് ശരിക്കറിയത്തില്ല. അതാ എഞ്ചിനീയറുടെ അവസ്ഥ. എക്സ്പീരിയൻസ് ഇല്ലാത്ത വെറും SLC-കാരനായ താൻ വർക്ക്ഷോപ്പിൽ എന്ത് മലമറിക്കാനാ? ഇവിടെ അടുത്തൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ചാണകം വാരാൻ ഒരാളിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങോട്ടേക്ക് വിട്ടോ. ചിലപ്പോ അവിടെ പണി ശരിയാകും. സാർ, എന്താടോ മാനേജറെ, തനിക്കിവിടെ പണിയൊന്നുമില്ല? പണി ചെയ്യുന്നവരെ പണി ചെയ്യിപ്പിക്കാതിരിക്കലാണല്ലോ തന്റെ പണി. അല്ല സാർ, ഒരാൾ വന്നപ്പോ കുറച്ച് സംസാരിച്ചതാ. ഇത് ആരാ വന്നിരിക്കുന്നേ? ജഗനോ? ഇരിക്കെ ജഗൻ. വേണ്ട സർ. ആ, ഇരിക്കേ. എടോ, സാർ, ഇത് ആരാണെന്ന് അറിയാമോ? മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകനാ ജഗൻ. അയ്യോ സോറി സാർ. അല്ല, എനിക്ക് ആളെ അറിയില്ലായിരുന്നു. അതാ. കുടിക്കാൻ ചായ എടുത്തട്ടെ? ഇപ്പൊ വേണ്ട. പിന്നെന്തൊക്കെയാണ് ജഗൻ ഈ വഴിയൊക്കെ? ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ. പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ജോലി തരണം. അല്ല, ഈ പാവം വർക്ക്ഷോപ്പ് മുതലാളിയെ കളിയാക്കുകയാണോ ജഗൻ? കളിയാക്കിയതൊന്നുമല്ല, എനിക്കൊരു ജോലി വേണം. എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവസ്ഥ മോശമാണെന്നോ? കോടീശ്വരനായ കരുണാകരക്കുറുപ്പ് സാറ് പാപ്പരായ ചരിത്രം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ ജഗൻ. പാപ്പരായത് അച്ഛനല്ല, മകനാ. അച്ഛൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസം. ഭാര്യയും കുട്ടിയും മാന്യമായിട്ട് പോറ്റണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ജോലി തേടി വന്നത്. എന്നാലും കുറുപ്പ് സാറിന്റെ മകൻ എന്റെ സ്ഥാപനത്തിൽ വെറും ഒരു മെക്കാനിക്കായി
ഇല്ല ജഗൻ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സർ പ്ലീസ്, കുടുംബത്തിനും എനിക്കും ജീവിക്കാൻ ഒരു ജോലി അത് വേണം സർ. ഇവിടിപ്പോ മാനേജറുടെ പണിയും കാഷ്യറുടെ പണിയും ഒരാളാണ് ചെയ്യുന്നത്. തൽക്കാലം ജഗന് ക്യാഷ്യറായിട്ട് പണി നോക്കാം. ആ വേണ്ട സർ, SSLC-കാരനായി ഞാൻ കാഷ്യർ പണിയിൽ ശോഭിക്കില്ല. വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ പണി മതി. അച്ഛൻ്റെ പദവിക്കിണങ്ങുന്ന പണി തേടിയല്ല ഞാൻ വന്നത്. എൻ്റെ ഇല്ലായ്മ മറികടക്കാനുള്ള മാർഗം, അതിനാണ് ഞാൻ വന്നത്. വെരി ഗുഡ്. തന്റെ ഈ ശുഭാപ്തി വിശ്വാസം മാത്രം മതി. രാജേഷേ, ജഗനെ ഒപ്പം കൂടെ കൂട്ടിക്കോ. ശരി സാർ. തനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ഇന്നു മുതൽ ജഗൻ തന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സർ. ജഗ വാ. ആ താങ്ക് യു. ആ ശരി. നിനക്ക് പണിയൊന്നുമില്ലേ? പോയി ചെയ്യടാ. രാഷ്ട്രീയത്തിലെ കൊടികുത്തിയ മന്നൻ കരുണാകരക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ ഈ ശിവമോഹൻ തമ്പിയുടെ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ. ഓർക്കുമ്പോ നല്ല സുഖമുള്ളൊരു പണിയാണ് മാനേജറെ. എന്താ വേണം? ഇടയ്ക്കൊന്ന് അറയ്ക്കുന്നത് പോലെ ഒരു മിസ്സിങ്. ആണോ? ആ. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഓ, എന്തൊരു ചൂട്! മഴ കഴിഞ്ഞപ്പോ ചൂടായി. ഈ വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവര് സമ്മതിക്കണം. ജീവിക്കാൻ വേറെ വഴിയില്ലെങ്കിൽ ചൂടിനും മഴയത്തൊക്കെ ജോലി ചെയ്യേണ്ടി വരും. ജോലി ചെയ്ത് ജീവിക്കുന്നത് ഒരു സുഖാവിദ്യ. അതിനർത്ഥം ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? വർക്ക്ഷോപ്പാണെന്നും ഞാൻ നോക്കില്ല. ഒന്ന് വെച്ച് തന്നാണ്ടല്ലോ. അപ്പച്ചി, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് ജഗനെ പോലില്ലേ? ഒന്ന് കൂടി. ഈ വർക്ക്ഷോപ്പിലെ കരി പിടിച്ച വണ്ടിക്കടയിലാണോ ജഗനെ കാണുന്നത്? നിന്റെ കണ്ണിനെന്താ തിമിരം ബാധിച്ചോ? എന്റെ കണ്ണിനല്ല കുഴപ്പം, അപ്പച്ചിയുടെ കണ്ണിനാ. അപ്പച്ചി സംശയിക്കണ്ട, അത് ജഗൻ തന്നെയാ. ജഗ,
ചേട്ടാ